മായ മർഫി. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി എത്തിയ പോലീസ് നായ്ക്കളാണ് മായയും മർഫിയും. മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും. ഇതിനു മുൻപും ദുരന്തമുഖത്തെത്തിയ ഇരുവരുടെയും പേരുകൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പരിശീലകൻ പ്രതാപിന്റെ നേതൃത്വത്തിലാണ് നായകൾ മുണ്ടക്കയിലെത്തിയത്. ബെൽജിയം മെലനോയ്സ് ഇനത്തിൽപ്പെട്ട ഈ നായകൾക്ക് 30 മുതൽ 40 അടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിവുണ്ട്. മണ്ണിനടിയിൽ മൃതദേഹങ്ങളുള്ള നിരവധി സ്ഥലങ്ങൾ ഇതിനകം തന്നെ ഇരുവരും രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. മണ്ണിനടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ മാത്രമാണ് നായകൾക്ക് പരിശീലനം നൽകിയിരിക്കുന്നത്. എത്ര പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും ഇവയ്ക്ക് കണ്ടെത്താൻ സാധിക്കും. മനുഷ്യന്റെ രക്തവും പല്ലും ഉപയോഗിച്ചാണ് നായകൾക്ക് ഇവർ പരിശീലനം നൽകുന്നത്. സർക്കാർ ലാബിൽ നിന്ന് ലഭിക്കുന്ന രക്തവും സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്ന പല്ലും പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. രക്തം പഞ്ഞിയിൽ പുരട്ടി ദ്വാരമിട്ട കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. എന്നാൽ സ്യൂഡോസിന്റ് എന്ന രാസവസ്തുവാണ് മൃതശരീരത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇതിന് മൃതശരീരത്തിന്റെ ഗന്ധമാണ് ഉണ്ടാവുക. സ്യൂഡോസിന്റിന്റെ 4 തുള്ളിക്ക് 10,000 രൂപ വില ഉണ്ടെന്നാണ് പരിശീലകർ പറയുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച് 3 മാസം വരെ ഉപയോഗിക്കാനും സാധിക്കും. ഇതും കട്ടിയുള്ള പഞ്ഞിയിൽ പുരട്ടിയാണ് കുഴിച്ചിടുന്നത്. രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഇവയുടെ പരിശീലന സമയം. 2020 ഓഗസ്റ്റിൽ പ്രകൃതി ദുരന്ത നാശം വിതച്ച പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായയായിരുന്നു. വെറും 3 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മായ പെട്ടിമുടിയിലെ രക്ഷാദൌത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഈ സമയത്ത് ഇരുവരും പരിശീലനത്തിലായിരുന്നു. 2021 കൊക്കയാറിലുണ്ടായ ഉരുൾപൊട്ടലിലും ഇലന്തൂർ നരബലി കേസിലും പോലീസിനെ ഇരുവരും സഹായിച്ചു. കൊക്കയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു. പാലക്കാട് വടക്കാഞ്ചേരിയിൽ 2 മൃതദേഹങ്ങൾ വനത്തിൽ നിന്ന് കണ്ടെത്തിയതും കൊക്കയാറിൽ 5 മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഇരുവരും ചേർന്നാണ്. ബുദ്ധികൂർമ്മതയിലും ഊർജ്ജസ്വലതയിലും വളരെ മുന്നിലാണ് ബെൽജിയം മെലനോയ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ നായ്ക്കൾ. വിശ്രമമില്ലാതെ തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇവയുടെ പ്രത്യേകത തന്നെ. 2020 മാർച്ചിൽ സേനയിൽ ചേർന്ന ഈ നായകൾ തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് പരിശീലനം നേടിയത്. 5 വയസ്സാണ് പ്രായം. പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്നാണ് എത്തിച്ചത്. ലഹരിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്താൻ പരിശീലനം നൽകിയിട്ടില്ല. 2 ബാച്ചുകളിലായി പരിശീലനം നൽകിയ 35 നായ്ക്കളിൽപ്പെട്ടവയാണ് മായയും മർഫിയും. ഇവയെ കൂടാതെ ഏഞ്ചൽ എന്ന നായ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശീലനം നേടിയിട്ടുണ്ട്. കേരള പോലീസിൽ ബെൽജിയം മെലനോയ്സ് വിഭാഗത്തിൽപ്പെട്ട 36 നായ്ക്കളാണ് നിലവിലുള്ളത്. അവയിൽ 17 എണ്ണം കൊലപാതകം, മോഷണം എന്നിവ തെളിയിക്കാനുള്ള ട്രാക്കർ വിഭാഗത്തിലുള്ള നായകളാണ്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ 13 നായ്ക്കളെയാണ് ഉപയോഗിക്കുന്നത്. 3 നായ്ക്കളാണ് മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പ്രാഗൽഭ്യം നേടിയത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.